ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന നമ്മുടെ സംഘടന ഇടതടവില്ലാതെ നടത്തിവരുന്ന വെബിനാറുകളിൽ സുപ്രധാനമായ ഒരു ദിനമായിരുന്നു ഇന്ന്. അതിൽ വേൾഡ് വൈറ്റ് വിറ്റിലാഗോ ദിനവും അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസ് ദിനവും ഒരേ സമയം വന്നു ചേരുകയും അത് വളരെ നല്ല രീതിയിൽ നമ്മൾ പോലും ഓർക്കാതെ ഇരുന്ന സമയത്ത് നമ്മുടെ പ്രിയങ്കരിയായ ഡോക്ടർ ശാലിനി ഈ വേദിക്ക് സമ്മാനിക്കുകയും അത് നമ്മളുടെ ഒരു ആഘോഷമാക്കി നമുക്ക് മാറ്റാനും പറ്റി. ഇങ്ങനെയുള്ള അറിവുകൾ എന്തുകൊണ്ടും ഹോമിയോപ്പതി വളരുന്നതിനും വളർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വളരെ നല്ലതാണ്. തീർച്ചയായും നമുക്ക് ഇങ്ങനെയുള്ള ഓരോ ദിനവും ആഘോഷിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ഓർക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലോട്ട് കടക്കാം. എല്ലാവർക്കും അറിയാം, ഇപ്പോഴ് കാലാവസ്ഥ മാറി ഏറ്റവും കൂടുതൽ വയറിളക്കവും ഛർദിയും അങ്ങനെയുള്ള മറ്റൊരു ഈച്ചകൾ പെരുകുന്നുണ്ട്. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഒത്തിരി അസുഖങ്ങളുള്ള സമയമാണ്. പനിയുടെ ശരിക്ക് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ മഴയിൽ തുടങ്ങിയ പനിയും ചുമയും ഒക്കെ ഇപ്പോഴും തുടരുന്നു. അതിനുശേഷം ഇതിനോടൊപ്പം തന്നെ ഒത്തിരി ആൾക്കാർക്ക് വയറിളക്കവും ഛർദിയും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് വയറിളക്കവും ഹോമിയോപ്പതിയും എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ അനുഭവങ്ങൾ ഈ വേദിക്ക് വേണ്ടി പങ്കുവെക്കാം. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്, എന്താണ് വയറിളക്കം, എന്തുകൊണ്ടുണ്ടാകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും ഞാനൊന്ന് തുടങ്ങി വെക്കാം. നമ്മളിപ്പോൾ ഒരു രോഗി വളരെ അത്യാസന്ന നിലയിൽ വേഗത്തിൽ നമ്മുടെ അടുത്ത് വരികയാണ്. എന്താണ് വയറിളക്കം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴാണ് തുടങ്ങിയത്, 1 മണിക്കൂറേ ആയുള്ളൂ സാർ എന്ന് പറയും. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഡോക്ടർ ബിന്ദുരാജ്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ഡോക്ടറെ, കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. നെറ്റ്വർക്ക് അല്പം സ്ലോ ആയതുകൊണ്ടാണ്. കേൾക്കാം. ശരി. സ്വാഭാവികമായിട്ടും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ വയറിളക്കത്തിന് എങ്ങനെയാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് കാണേണ്ടത്, വളരെ വേഗം പരിഹാരം കണ്ടെത്താൻ പറ്റേണ്ടത് എന്നതും നമ്മൾ ഉൾപ്പെടേണ്ടതാണ്. സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു വയറിളക്കമായിട്ട് വരികയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ തിരക്കുന്നത് വേദനയുണ്ടോ, എപ്പോൾ പോയി, എത്ര തവണ പോയി, എപ്പോൾ തുടങ്ങിയതാണ്, എന്താണ് കുട്ടിയുടെ ആ സമയത്തെ അല്ലെങ്കിൽ കുട്ടിയുടെ അല്ലെങ്കിൽ വരുന്ന രോഗിയുടെ ആ സമയത്തെ അവസ്ഥ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ മരുന്നിലോട്ട് പോകാൻ പറ്റും. സാറേ, ഇന്നലെ ഞങ്ങൾ പോയ വഴി അവിടെ വിരുന്ന് പോയപ്പോഴവിടുന്ന് കുറെ ചക്ക കഴിച്ച് വീട്ടിൽ പോലെ തോന്നി. രാവിലെ ആയപ്പോൾ നല്ല പോലെ വയറിളകുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എയിൽമെന്റ്സ് ഫ്രം കോസ് എന്നുള്ളത് വെച്ചായിരിക്കാം നമ്മൾ ചികിത്സിക്കുന്നത്. അതല്ലെങ്കിൽ അതൊരു പനിയുടെ ഭാഗത്തിന്റെ ആദ്യ ഭാഗമായിട്ട് കണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. 2-3 പ്രാവശ്യം വൈകിട്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും 1-2 കുട്ടികളാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം വയറിളകി 2ാമത്തെ പ്രാവശ്യം കൂടി വയറിളകിയാൽ ഏതാണ്ട് ഒരു വലിയ സംഭവം സംഭവിച്ച പോലെയാണ് ഭൂരിഭാഗം പേരും വരുന്നത്. അപ്പൊ ആ സമയത്ത് ആ വയറിളക്കത്തെ നമ്മൾ എങ്ങനെ ടോക്സിൻ പുറത്തോട്ട് കളയാനുള്ള പ്രക്രിയ ആയിട്ട് നമ്മൾ അതിനെ കാണുകയും ആ രീതിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. അപ്പം അവിടെ നമ്മൾ ഉടനെ ഫിസിഷ്യന് ഇടപെടേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് ഒബ്സർവ് ചെയ്യണം. ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കേണ്ട മരുന്ന് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അത് വീണ്ടും പോവുകയും കുട്ടിക്ക് ക്ഷീണം ഉണ്ടാകുകയും കൂടുതൽ തളർച്ച വരികയും അകപ്പാടെ അസ്വസ്ഥമാകുകയും ചെയ്യുന്ന കണ്ടീഷനുകളിലാണ് നമുക്ക് മെഡിസിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അത് എയിൽമെന്റ് ഫ്രം കോസ് എന്നുള്ളത് വെച്ച് നമുക്ക് നമ്മളുടേതായ മരുന്ന് കൊടുക്കാം. അതല്ല, ആ കുട്ടിക്ക് വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഇന്നലെ രാവിലെ മുതലേ അവർക്ക് ദാഹമില്ല, വിശപ്പില്ല, അകപ്പാടെ അസ്വസ്ഥതയാണ്, ചുണ്ടൊക്കെ ഡ്രൈ കൊടുക്കേണ്ടത്. അതല്ല, കുട്ടിക്ക് നല്ല ഡോക്ടറെ രാവിലെ മുതൽ ഭയങ്കര പരവേശമായിരുന്നു, അങ്ങനെ ആണ് പറയുന്നെങ്കിൽ ആ ഒരു സിംറ്റത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതെല്ലാം വെച്ച് നമ്മൾ ഓരോ കേസുകളിലും വ്യത്യസ്തമായ മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പലരും ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കേസ്, ഡോക്ടറെ വലിയ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് പെട്ടെന്ന്
ചിന്തിക്കേണ്ട മെഡിസിൻ അവിടെ പ്രൊഡോഫൈലും ആവാം. അപ്പം അതുപോലെ തന്നെ എന്ത് കഴിച്ചാലും അപ്പൊ തന്നെ പോകുന്നു, ഉടനെ തന്നെ പോകുന്നു, നോവുണ്ട്, ഇങ്ങനെ പെട്ടെന്നാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ എന്ത് കഴിച്ചാലും ഉടനെ പോകുന്നു, വെള്ളം കുടിച്ചാലും പോകുന്നു, ഈ ഒരു സിംറ്റത്തിനാണ് ആ വാക്കിൽ തന്നെ ഉണ്ട് ആ മെഡിസിൻ. ഇത് എല്ലാവരും ഒന്ന് റെഫർ ചെയ്യാൻ കൂടി വേണ്ടിയാണ്. ഇങ്ങനെയുള്ള സിംറ്റംസ് വരുമ്പോൾ ആ സിംറ്റത്തിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണ്ടത്? അത് അവരവര് ഹാർഡ് വർക്ക് ഒന്ന് നമ്മൾ ഇതിനോടൊപ്പം പഠിക്കുകയും ശ്രമിക്കുകയും കൂടി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അതുമല്ല, നമ്മൾ വ്യാജ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ നമുക്ക് തിരിച്ച് അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഓരോന്നിനെയും നോക്കിക്കാണാൻ. പണ്ട് കെന്റ് തന്നെ അതിന്റെ സ്വന്തം അനുഭവത്തിൽ പറയുന്നുണ്ട്, ഒരു വീട്ടില് ഒരു കുട്ടിക്ക് തീരെ അവശയായി കിടക്കുകയായിരുന്നു, കൂടെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം പൊഡോഫൈലും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് അറിയാൻ. പക്ഷെ ഒന്നും അറിയിക്കുന്നില്ല, വീട്ടുകാരോട്ട് പറയുന്നുമില്ല. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന വഴിയിൽ ആണ് ഈ കുട്ടിയുടെ വീട്. അദ്ദേഹം പ്രതീക്ഷിച്ചത് ആ വീടിന്റെ വാതിക്കല് ഒത്തിരി ആൾക്കാരുണ്ടാകും, അവിടെ എന്തെങ്കിലും സംഭവിച്ചു കാണും. പക്ഷെ അദ്ദേഹം നടന്ന് തിരിച്ചു വരുമ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു ഡോസ് പൊഡോഫൈലം കൊണ്ട് ആ ഒരു അസുഖം മാറിയതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ കേസിലും ഫോസ്ഫറസ് എങ്ങനെയാണ് കൊടുക്കുന്നത്, പൊഡോഫൈലം. നമ്മളുടെ ഒരു പ്രശ്നം, നമ്മൾ ഒന്നതിന് പകരം പല മരുന്നുകളും പല ആൾക്കാരും ഒന്നിച്ചു കൊടുക്കും. അത് ചിലപ്പോൾ ഗുണത്തിനേലും ദോഷം ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ മെഡിസിൻ കൊടുക്കുമ്പോഴും അതിനെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. പിന്നെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഈ കൂടുതലായിട്ടും നമ്മൾ ഫിസിഷ്യൻ ഇടപെടേണ്ട സമയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടുതൽ കഫവും കാണുന്നുണ്ട്, അതല്ലെങ്കിൽ രക്തമയം കാണുന്നുണ്ട്. ഈ വയറ്റിൽ നിന്ന് പോകുമ്പോൾ കുട്ടിക്ക് തീരെ അവശത വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇത് തുടക്കത്തിലാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു വയറിളക്കമാകാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് മറ്റ് പനികളുടെ ഒരു ഭാഗമായിട്ട് ഉണ്ടാകുന്ന വയറിളക്കമാകാം. ഇതെല്ലാം നമ്മൾ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് പഠിച്ചിട്ട് ആ രീതിയിൽ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച തുടങ്ങി വെച്ചുകൊണ്ട് ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അതിൽ ഞാൻ ഡോക്ടർ വീണയെ ക്ഷണിക്കുകയാണ്. എന്തൊക്കെയാണ് വയറിളക്കത്തിന്റെ കാരണങ്ങൾ എന്നൊന്ന് വിശദീകരിക്കുന്നതിനും. ഡോക്ടർ വീണ, അൺമ്യൂട്ട് ചെയ്യാവോ? ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ മഴ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉള്ള ലൂസ് സ്റ്റൂൾസ്, ഡയറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഡയറിയ എന്ന് പറയുന്നത് 3 or more സ്റ്റൂൾസ് പെർ ഡേ ആൻഡ് സെമി സോളിഡ് ഓർ ലൂസ് സ്റ്റൂൾസ്, ഇതാണ് ഡയറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അക്യൂട്ട് ക്രോണിക് എന്ന് നമ്മൾ 2 ടൈപ്സ് ആക്കാം. അക്യൂട്ട് ആണെങ്കിൽ ഇൻഫെക്ഷ്യസ് കോസസ് ആവാം, ഇൻഫ്ലമേറ്ററി കോസസ് ആവാം. പിന്നെ ക്രോണിക് 2 വീക്സിന് മുകളിൽ ഉണ്ടെങ്കിൽ ക്രോണിക് ഡയറിയ എന്ന് പറയാം. അപ്പോൾ അക്യൂട്ട് കോസസിൽ വൈറൽ, അതിൽ പ്രധാനപ്പെട്ടത് റോട്ടാ വൈറസാണ് പറയുന്നത്, എസ്പെഷ്യലി ഫോർ ഇൻഫൻസ് ആൻഡ് ബേബീസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാരസൈറ്റ്സ്, ബാക്ടീരിയാസ്, ഇതിലൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് പിന്നെ കോളറ. പിന്നെ ഉള്ളത് ഫുഡ് പോയ്സണിങ്. സോ നമ്മൾ ഇഡിയോസിൻക്രസി തൊട്ട് ക്രോണിക് പ്രസന്റേഷൻ ഓഫ് സം അതർ ഡിസീസ് വരെ ഇങ്ങനെ ഡയറിയ പ്രസന്റ് ആവും. അപ്പോൾ നമ്മൾ ആഫ്റ്റർ ഈ സീസണൽ വരുന്നത് അക്യൂട്ട് കോസസ് എന്ന് വെക്കാം. അപ്പോൾ അതിൽ മോർ പ്രോബബ്ലി ഇൻഫെക്ഷ്യസ് കോസസ് ആണ്. അപ്പോൾ എത്ര ദിവസമായിട്ടുണ്ട്, ഡീഹൈഡ്രേഷൻ ഉണ്ടോ ഇല്ലയോ, ഈ ഡീഹൈഡ്രേഷൻ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ മൈൽഡ് ആണെങ്കിൽ ഒത്തിരി ക്ഷീണമുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അതിന് മോഡറേറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് സങ്കൻ, ഇത് ഡ്രൈ സ്കിന്ന്, സ്റ്റിക്കി മൗത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കണ്ണ് നോക്കുമ്പോൾ ഡ്രൈ ഐസ് എങ്ങനെയാണ്. പിന്നെ സിവിയർ ആകുമ്പോഴത്തേക്കും ഈവൻ കോൺഷ്യസ് അവയർനെസ് പോലും കുറച്ച് കുറവുള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ അക്യൂട്ട് കേസിലുള്ള ഡയറിയ നമ്മൾ കാണുന്നത്. പിന്നെ ഇതിനോടൊപ്പം എന്തൊക്കെയാ സിംറ്റംസ്,
എയിൽമെന്റ്സ് ഫ്രം എന്ത് കഴിച്ചിട്ടാ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാ എവിടെയെങ്കിലും ട്രാവൽ പോയിട്ടുണ്ടോ, അപ്പോൾ ട്രാവലേഴ്സ് ഡയറിയ അതൊരു കാരണമാവാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇറിറ്റബിൾ ബവൽ ഡിസീസ് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് കുറച്ചൊക്കെ ഡിപ്രഷൻ, ആങ്സൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളും അടങ്ങുന്നതാണ്. അത് കുറച്ചും കൂടെ സൈക്കോളജിക്കൽ കോസസ് ആവാം. പിന്നുള്ളത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, അതിൽ അൾസറേറ്റീവ് കോളിറ്റിസ്, ക്രോൺസ് ഡിസീസ് ഇതാണ് പറയുന്നത്. ഇതൊക്കെ ക്രോണിക് ഡയറിയ ആണ്. അപ്പൊ ഇതില് വേരിയസ് പാർട്സ് ഓഫ് ഇലിയം ഓർ കോളൻ ഇവ ബാധിക്കപ്പെടുമ്പോഴത്തേക്കും ഇൻഫ്ലമേഷൻ നടക്കുമ്പോൾ, ദാറ്റ് ഇസ് മോർ ഓർ ലൈക്ക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്, അതിന് കാരണമാവുന്നത് കൊണ്ട് ഡയറിയ പ്രസന്റിങ് സിംറ്റംസ് ആവാം. പിന്നെ ഇനി അഡിക്ഷൻസ്, എസ്പെഷ്യലി ആൽക്കഹോളിക് അഡിക്ഷൻ, അത് പ്രസന്റ് ആവാം. പിന്നുള്ളത് ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസ്. അപ്പോൾ സോഡിയം, പൊട്ടാഷ്യം, ക്ലോറിൻ ഇതിന്റെ ലെവൽസ് നമ്മുടെ ബ്ലഡിൽ കുറയുമ്പോഴോ കൂടുമ്പോഴോ അതനുസരിച്ച് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിലും ക്ഷീണം, ഡയറിയ ഇവ പ്രസന്റിങ് കംപ്ലൈൻസ് ആവാം. പിന്നെ നമ്മൾ പൊതുവെ നോക്കേണ്ടത് ഈ അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആയിട്ടുള്ള ടൈഫോയിഡ്, കോവിഡ് ഇതുപോലത്തെ കാര്യങ്ങൾ പോലും ഇങ്ങനെ കുറച്ചധികം ദിവസം ഇങ്ങനെ ഡയറിയ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് കാണാം. സോ അത് നമ്മൾ കൃത്യമായിട്ട് എന്തുവാ കാരണം എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് സിംറ്റംസ് അനുസരിച്ചിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. പിന്നുള്ളത് ക്രോണിക് ഫേസിൽ ആണെങ്കിൽ ഇനി അലർജീസ്, ഫുഡ് അലർജീസ്, എസ്പെഷ്യലി കളേഴ്സ്, ഫുഡ് കളേഴ്സ് ഓർ ഫുഡ് അഡിറ്റീവ്സ്, അല്ലെങ്കിൽ ഈവൻ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്. അപ്പൊ നമ്മൾ അവരെ ചോദിക്കണം വെദർ ദേ ആർ അണ്ടർ എനി ഇത് ഷുഗറിന് വേണ്ടി ഷുഗർ ടാബ്ലറ്റ്സോ അങ്ങനെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിരുന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വരും. പിന്നെ ആഡഡ് കളേഴ്സ് ഉള്ള ആഹാര ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ഇങ്ങനെ ഡയറിയ വരാം. പിന്നെ ഉള്ളത് ചില ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ചില കീമോ ഡ്രഗ്സ് എടുക്കുമ്പോഴും പ്രസന്റിങ് കംപ്ലൈൻസ് ഡയറിയ ആവും. പിന്നുള്ള സീലിയാക് ഡിസീസ്. ഈ സീലിയാക് ഡിസീസ് എന്ന് പറയുമ്പോൾ ഗ്ലൂട്ടൻ അലർജിയാണ്. ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ വീറ്റ് പ്രോഡക്ട്സ് കഴിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് അലർജി പ്രസന്റ് ആവുന്നത്. അപ്പോൾ അതിന്റെ കോസ് വീറ്റ് അലർജിയാണ്. അപ്പോൾ വീറ്റ് കഴിക്കുമ്പോൾ ഡയറിയ പ്രസന്റ് ആവുന്നത് അതൊരു കാരണമാകും. പിന്നെ ടൈഫോയിഡ് പറഞ്ഞതുപോലെ, അപ്പോൾ സൊലംനല്ല, പിന്നെ ബൊട്ടിലിസം ഇങ്ങനെയുള്ള ഫുഡ് പോയ്സണിങ് ടോക്സിൻസും കൂടെ കാരണമാവാം. സോ ഇതൊക്കെ സ്റ്റൂൾ ടെസ്റ്റ് കൊടുത്താൽ നമുക്ക് അറിയാൻ കഴിയും. ആൻഡ് ഹോമിയോപ്പതി എന്ന് പറയുമ്പോഴത്തേക്കും സിംറ്റംസ് ആണ് പ്രധാനം. പെയിൻലെസ് ആണോ, എത്ര പ്രാവശ്യം പോയി, പെയിൻ ഉണ്ടോ, അഫെൻസീവ് ആണോ, വിത്ത് ഫ്ലേറ്റസ് ആണോ, വിത്തൗട്ട് ഫ്ലേറ്റസ് ആണോ, ഇങ്ങനെയുള്ള കൺകോമിറ്റന്റ് സിംറ്റംസിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നുള്ള ഒരു കാര്യം HIV, ഇങ്ങനെയുള്ള കാരണങ്ങൾ ആവാം. സോ ദീസ് ആർ ദ മെയിൻ കോസസ് ഓഫ് ഡയറിയ. സോ ഡയറിയ എന്ന് പറയുമ്പോൾ ഇതിനോടൊപ്പം നമ്മൾ നോക്കേണ്ടത് ഡീഹൈഡ്രേഷൻ ആണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ നോക്കിയിട്ട് വെദർ വി ഹാവ് ടു പുട്ട് ദം ഇൻ ഓറൽ ഫ്ലൂയിഡ്സ് ഓർ വെദർ വി ഹാവ് ടു ഗിവ് IV ഫ്ലൂയിഡ്സ് എന്നത് അതിന് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഡീഹൈഡ്രേഷൻ അനുസരിച്ചിട്ട് വേണം നമ്മുടെ ട്രീറ്റ്മെന്റ് ബേസ് ചെയ്യാൻ. So മിക്കവാറും at the initial stage itself, if they take homeopathy, even stools plenty times frequency ഉണ്ടെങ്കിലും എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു സിവിയർ ഡീഹൈഡ്രേഷൻ സ്റ്റേജസിൽ പോകത്തില്ല. വെദർ ദ റെമഡി ഈസ് പാർഷ്യലി സിമിലിമം ഓർ ദ പെർഫെക്റ്റ് സിമിലിമം. പെർഫെക്റ്റ് സിമിലിമം ആകുമ്പോഴത്തേക്കും ഡയറിയ പെട്ടെന്ന് തന്നെ കൺട്രോൾ ആകും. പാർഷ്യൽ സിമിലിമം ആകുമ്പോഴത്തേക്കും so if they don't give the exact symptoms, sometimes it may go with the partial symptom, but still the vital force will take over and the diarrhea will be all right without ending up in severe dehydration. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഉള്ളത്. സോ നല്ല രീതിയിലാണ് ഡയറിയയുടെ കാരണങ്ങളൊക്കെ ഡോക്ടർ വീണ വിശദീകരിച്ചത്. തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ സാധാരണ നമ്മൾ പെട്ടെന്ന് തന്നെ ORSലോട്ടൊന്നും ഡയറക്റ്റ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ വയറിളകിയാൽ ഉടനെ ORS എന്നാണ്. പക്ഷെ അത് നമുക്ക് നമ്മുടെ നാടൻ പ്രയോഗങ്ങളായ കരിക്കും വെള്ളം, അതുപോലെ തന്നെ
ഉപ്പിട്ട കഞ്ഞിവെള്ളം. ഞാൻ സാധാരണ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നത്. ഇത് പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് ORS ഒക്കെ കൊടുക്കാൻ പറയുന്നത്. പല ആൾക്കാരും ഈ ORS ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ ഛർദിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ പോവുക. ഒരു 4-5 പ്രാവശ്യം വരെയൊക്കെ വയറിളകി എന്നോർത്ത് ഒരിക്കലും അത് വലിയൊരു ഡീഹൈഡ്രേഷൻ പോകാറില്ല. തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ഡീഹൈഡ്രേഷന്റെ സിംറ്റംസ് ഉണ്ടോ ഇല്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അതിനെക്കുറിച്ചും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ രാജൻ സാറിലോട്ട് പോവാണ്. നമസ്കാരം ഡോക്ടർ ഗണേഷ്. നമുക്ക് പല്ല് മുളയ്ക്കുന്ന പ്രായം തുടങ്ങി പല്ല് കൊഴിയുന്ന കാലഘട്ടം വരെയുള്ള വിവിധ മനുഷ്യന്റെ കാലഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും വെവ്വേറെ മരുന്നുകളുണ്ട്. പല്ല് മുളയ്ക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചമോമിലും പൊഡോഫൈലും ആ രീതിയിലും ഉള്ള മരുന്നുകൾ എല്ലാവർക്കും അറിയാവുന്ന. പിന്നെ ഈ അതിന്റെ കോസ് അനുസരിച്ച് അതാണ് മെയിൻ ഡയറിയൽ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ധനേഷ് പറഞ്ഞ ചക്ക കഴിച്ചു, ആ രീതിയിൽ ചിന്തിക്കുക. ആദ്യം തന്നെ എന്താണ് കോസ്, ഒരു കാരണം ഉണ്ടാവുമല്ലോ. പഴയ കാലത്ത് ചക്കയ്ക്ക് ചുക്കെന്നാണ് പറയാറുള്ളത്. ആ നിലയ്ക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ മരുന്ന് കൊടുക്കാം. വേണമെങ്കിൽ നമ്മൾ സിഞ്ചിബർ കൊടുക്കുന്നതുകൊണ്ടും വിരോധമില്ല. ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്നതാണ്. ചക്കയ്ക്ക് ചുക്കും മാങ്ങയ്ക്ക് തേങ്ങ എന്നൊക്കെ ഒരു പഴമൊഴിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഡെന്റീഷൻ കഴിഞ്ഞ് പിന്നെ ഈ ചോക്ലേറ്റ് അധികം കഴിക്കുന്ന കുട്ടികൾ, ആ രീതിയിലുള്ള ഡയറിയ നമുക്കറിയാം. സ്വീറ്റ്സ്, ബേക്കറി ഐറ്റംസ്, ആ കാരണങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ ഊയിസ്റ്റേഴ്സ്, കക്കയിറച്ചി കഴിക്കുക, ആ രീതി കക്കയിറച്ചി, ഞണ്ട്, ചെമ്മീൻ കഴിച്ചുമ്പോൾ നമുക്ക് പ്രധാനമായും അർട്ടിക്കാവിയറും ബ്രോമിയം, ലൈക്കോപ്പൊടി, ആ രീതിയിലുള്ള കാരണങ്ങൾ നമുക്ക്. പിന്നെ എഗ് ആൻഡ് ഫിഷ്, ചീനമാഴ്സാണ് അതിന് ഏറ്റവും നന്നായി എഫക്റ്റീവായിട്ട്. ചീനമാഴ്സ് കൊടുത്താൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യം തന്നെ വരാതെ മുട്ടയും മീനും കഴിച്ചിട്ടുള്ള ഡയറി. ഇമ്പ്യൂർ വാട്ടർ കഴിച്ചുണ്ടാവുന്നതിന് നമുക്ക് സിഞ്ചിബർ തന്നെയാണ് വളരെ ഫലപ്രദമായിട്ടുള്ള വരുന്നത്. പിന്നെ ചോക്ലേറ്റ് കഴിച്ച പതക്കറപ്പറിൽ ഒറ്റ മരുന്നാ പറയാനുള്ളൂ, ലിത്തിയം. അങ്ങനെ ഒരു മരുന്ന് മാത്രമാണ് അതിൽ പറഞ്ഞ് കണ്ടെത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും അസുഖത്തോടനുബന്ധിച്ച് നമുക്ക് ഡയറി ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ കുറവാണെങ്കിൽ ചിക്കൻ ബോക്സ്, റെപ്റ്റി ഫ്യൂസിന് ഡയറി അങ്ങനെ ഉണ്ടാവാറുണ്ട്. പഴയകാല ഡോക്ടർമാർക്ക് എല്ലാവർക്കും അറിയാം. ആന്റിറ്റാർ ഇതൊക്കെ തന്നെ അതിന്റെ മെയിൻ മെഡിസിൻ അന്ന് ഉപയോഗിച്ചിരുന്നത്. റെപ്റ്റി ഫീവറിൽ ഉണ്ടാവുന്ന ഡയറിയ, ടൈഫോയിഡിൽ ഉണ്ടാവുന്ന ഡയറിയ. പിന്നെ സ്മെല്ല് അനുസരിച്ച് മരുന്ന് മാറാം. സ്മെല്ല് ഒഫൻസീവ് അനുസരിച്ച് ക്രിയോസോട്ട്, സോറിനം, ആ രീതിയിൽ. പിന്നെ പ്രത്യേകിച്ച് പാത്തോളജിക്കൽ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് റെക്ടൽ ക്യാൻസർ, അതിന് വരുന്ന മരുന്നാണ് കാർഡസ്മോറാണ്. നമുക്ക് ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ റെക്ടൽ ക്യാൻസറിന് വരുന്നു. ഒരു സീസൺ അനുസരിച്ച് നമുക്ക് ഡയറിയ വരാം. സമ്മർ ഡയറിയ നമുക്കറിയാവുന്നതാണ്. വേനൽക്കാലത്ത് ഉണ്ടാവുന്ന ഡയറിയക്ക് സമ്മർ ഡയറിയ, റയോണിയ തന്നെയാണ് അതിന് പ്രധാനമായിട്ട് നമ്മൾ പൊതുവെ നൽകി വരാറുള്ളത്. പിന്നെ ഈ ആഴ്സിന്റെ സിംറ്റംസ് നമുക്കറിയാം. ഫുഡ് പോയിസൺ പ്രധാനപ്പെട്ട ഒരു മരുന്ന് തന്നെയാണ്. കൂടുതൽ ശക്തിയായ വയറുവേദനയോട് കൂടി നമുക്ക് ആഴ്സിനോട് ഏറ്റവും ആഴ്സിനേക്കാളും നല്ലത് കുപ്രമാഴ്സ് തന്നെയാണ്. അപ്പൊ രണ്ടും കവർ ചെയ്യും. ഛർദി പ്രത്യേകിച്ച് കൂടുതലുണ്ടെങ്കിൽ കുപ്രമാഴ്സ് രണ്ടും കൂടെ കോമ്പിനേഷൻ ആകുമ്പോൾ വയറുവേദന എന്ന് പറയും. ഛർദി ക്രാംസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് കുപ്രമാഴ്സ്. പിന്നെ ഒരു മരുന്ന് കഫത്തോടുകൂടി ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡയറിയക്ക് സൈനഡോൺ ആണ് ഏറ്റവും ഫലപ്രദമായിട്ട്. സൈനഡോൺ അത് കൊടുത്താൽ 100% റിസൾട്ട് കിട്ടുന്ന മരുന്നാണ് സൈനഡോൺ. 6 പൊട്ടൻഷ്യൽ 30 പൊട്ടൻസി വളരെ എഫക്റ്റീവാണ്. പിന്നെ ചിലർക്ക് മെൻസസ് സമയത്ത് ഉണ്ടാകുന്ന ഡയറിയക്ക് നമുക്കറിയാമല്ലോ മരുന്ന് ബോയിസ്റ്റ, അമോണിയം കാർബ്, ആ രീതിയിൽ നോക്കാം. പിന്നെ ക്യാമ്പർ നമുക്ക് പ്രത്യേകിച്ച് ഒരു പാലിയേറ്റീവ് മെഡിസിൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു തുടക്കത്തിന് അതുകൊണ്ട് തന്നെ കുറയുന്ന കേസുകൾ ഉണ്ടാവാം. അങ്ങനെ നമ്മളെ ഒരു ആയിരക്കണക്കിന് ഇത്രയധികം വയറിളക്കത്തിന് മരുന്നുള്ള മറ്റൊരു വൈദ്യശാസ്ത്രം ലോകത്തിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഡീഹൈഡ്രേഷൻ വരുന്ന ശ്രദ്ധിക്കാനുള്ളത്, മൂത്രം പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. മൂത്രം പേഷ്യന്റ് പോകുന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്രമാത്രമാണ് നമ്മുടെ അനുഭവങ്ങൾ അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ.
എന്തായാലും വളരെ വ്യക്തമായ രീതിയിൽ കുറച്ചുകൂടെ നല്ലൊരു എക്സ്പ്ലനേഷൻ ആണ് ഡോക്ടർ വേദിക്ക് സമ്മാനിച്ചത്. തീർച്ചയായും അതെല്ലാം നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. മരുന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ മീൻ കഴിച്ചിട്ടാണേലും മുട്ട കഴിച്ചിട്ടാണേലും എന്ത് മെഡിസിൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പേഷ്യൻസ് വരുമ്പോൾ സാറേ ഇന്നലെ മുട്ട അവന് ഇഷ്ടമല്ല, പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ട് മുട്ട കഴിച്ചു, അത് കഴിച്ചേ പിന്നെ ഇങ്ങനെ വന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യം, ഇതിൽ നമ്മൾ ആ പറച്ചിൽ തന്നെ ആ മെഡിസിൻ ഒളിച്ചിരിപ്പുണ്ട്. അത് കണ്ടുപിടിക്കുക, വേഗത്തിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. അടുത്തത് നമ്മുടെ ഭാഗ്യലക്ഷ്മി ഡോക്ടറാണ്. അൺമ്യൂട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഡയറിയയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എനിക്കുണ്ടായ ഒരു അനുഭവം പറയട്ടെ. ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഡയറിയ വന്നു. അപ്പം എല്ലാരും വിചാരിച്ചു പരീക്ഷയുടെ പേടി കൊണ്ടാവുന്നതാണ്. ജൽസീമയൊക്കെ കൊടുത്തു, പക്ഷെ ഒരു രക്ഷയില്ല, പറയുന്നില്ല. പിന്നെ ഞാൻ നോക്കി, അപ്പോഴ് ബ്രെയിൻ ഫാഗ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പഠിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ രീതിയിൽ ചെയ്തപ്പോഴും എനിക്ക് അതിനകത്ത് നല്ല റിസൾട്ട് കിട്ടി. ഞാൻ പിക്രിക് ആസിഡ് കൊടുത്തു നോക്കി. അപ്പൊ ആ ഒരൊറ്റ ഡോസിൽ ആ പിക്രിക് ആസിഡിൽ ആ ഡയറിയ കുറഞ്ഞു. അപ്പൊ നമ്മൾ അതിന്റെ കോസ് തെറ്റിദ്ധരിച്ചു പോയി. പരീക്ഷയുടെ ആൻസൈറ്റി ആണോ എന്നൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ അതല്ല, ക്ഷീണം കൊണ്ട് ആ ബ്രെയിൻ ഫാഗിന്റെ അതിലാണ് അത് മാറിയത്. പിന്നെ ഡയറിയക്ക് നമുക്ക് പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസിനൊക്കെ നല്ലപോലെ ത്രോംബീഡിയം നല്ല ആക്ഷൻ കിട്ടും. പിന്നെ ഇപ്പൊ ഒരുതരം എല്ലാ ഡയറിയയും ഫീവറിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഫീവർ വിത്ത് ഡയറിയ ടങ്ങും കൂടി ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ആന്റിഗ്രൂഡ് കൊടുക്കും. പിന്നെ അതല്ല ഈ പിന്നെ ഫീവർ കഴിഞ്ഞ് ഒരു ഇതായി വരുമ്പോഴാണെങ്കിൽ ഫീവർ ഡയറിയ ആയിട്ട് വരുവാണെങ്കിൽ റെസ്റ്റോക്സ് കൊടുത്തിട്ടുണ്ട്. റെസ്റ്റോക്സിൽ നല്ല ആക്ഷൻ കിട്ടും. പിന്നെ ഇതിനേക്കാളൊക്കെ ഒരു കാര്യമില്ല, എനിക്ക് ഇല്ലറ്റേറിയ എന്ന് പറയുന്ന മെഡിസിൻ ഭയങ്കരമായിട്ട് ആക്ഷൻ ഉണ്ട്. ഏത് രീതിയിലായാലും നല്ല ലൂസായിട്ടും ഫ്രോത്തി ഒലീവ് ഗ്രീൻ ആയിട്ടൊക്കെ പോകുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലറ്റേറിയത്തിൽ നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇത്രയൊക്കെ എന്ന് പറയാന് ഞാൻ റൈസ് ചെയ്തത്. തീർച്ചയായും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഓരോ മെഡിസിനും ഓരോരുത്തരുടെ അനുഭവങ്ങൾ ചില ചതിക്കുഴികളുണ്ട്. കാരണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പേഷ്യൻസ് പോലെ പറയുന്നുണ്ടോ, നമുക്ക് പരീക്ഷ പേടിയാണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ രീതിയിൽ മെഡിസിനോട് പോകാം. അപ്പൊ യഥാർത്ഥത്തിൽ അതല്ല, മറ്റൊരു കാരണം കൂടി ഉണ്ട് എങ്കിൽ ആ ഒരു കാരണം കൂടി മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡോസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കുറവുമില്ല എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ പക്ഷെ ആ ഒരു രോഗലക്ഷണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു, അല്ലെ അതിന്റെ കാരണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. വളരെ സന്തോഷമുണ്ട് ഇത്രയും വിവരങ്ങൾ. ചെയ്തിട്ടുണ്ട്. അല്ല, എന്റെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എനിക്കൊരു കേസ് ഇതേപോലെ. ഹലോ, പറയാം. ഒരു കേസ് ഇതേപോലെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഡയറിയ. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 10-15 മിനിറ്റ് കഴിയുമ്പോൾ വേറെ ഒരു ഫുഡിനും ഇല്ല. രാവിലെ നന്നായിട്ട് മോശം പോയാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ ഡയറിയ വരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ തൂജയാണ് കൊടുത്തത്. തൂജയ്ക്ക് നല്ല ആക്ഷൻ കിട്ടി. അതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് വെച്ചിട്ട് തൂജ. അങ്ങനെ നമുക്ക് പേഷ്യൻസ് കിട്ടാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. അടുത്തത് ഡോക്ടർ വീണയിലോട്ട് പോവാണ്. അത് പറഞ്ഞതുപോലെ ഈ ലാക്ടോസ് ഇൻടോളറൻസ്, ഫ്രക്ടോസ് ഇൻടോളറൻസ്, പിന്നെ സീ ഫുഡ് ഇൻടോളറൻസ്, ഇങ്ങനെ കുറെ ഇൻടോളറൻസ് ഉണ്ട്. അപ്പൊ മിൽക്ക് ഇൻടോളറൻസ് ഉണ്ടോ, അതോ എന്തെങ്കിലും പ്രോട്ടീൻസ് ലൈക്ക് എഗ് പ്രോട്ടീൻ അല്ലെങ്കിൽ സീ ഫുഡിന്റെ ഇൻടോളറൻസ് ഉണ്ടോ, അതിനനുസരിച്ചിട്ട് ഡയറിയ പ്രസന്റ് ചെയ്യാം. അപ്പോൾ ഇത് എപ്പോഴും വരുന്ന ആൾക്കാർക്ക് അത് ഇൻടോളറൻസ് തന്നെ ആവും, അല്ലെങ്കിൽ അത് സ്പെസിഫിക് കോസ് ആവാം. സോ അങ്ങനെ അത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ പോവും. പിന്നെ ഉള്ള ഒരു കാര്യം,
hyperthyroidism. Sometimes that will also present, or Hashimoto's thyroiditis. ഇങ്ങനെയുള്ള കാരണങ്ങളും ചിലപ്പോൾ പ്രസന്റ് ചെയ്യുന്നത് ഡയറിയ ആവാം. ദെൻ വൺ മോർ തിങ് പറയാൻ വിട്ടുപോയത്, ഞങ്ങൾ ഒരിക്കൽ ഈ ഹൗസ് സർജൻസി ഉള്ളപ്പോഴത്തേക്കും മെഡിസിൻ പോസ്റ്റിംഗ്, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ പോസ്റ്റിംഗിൽ ഉള്ളപ്പോഴത്തേക്കും ഗവൺമെന്റ് മെഡിക്കൽ സർജൻ ആയിരുന്ന ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, once the patient is dehydrated and when they are giving normal saline ഒത്തിരി കുത്തി വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിനിൻ മാറും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ the patient may end up in acute or chronic renal failure also. So എപ്പോഴും NS and RL, റിംഗർ ലാക്ടേറ്റ് മാറി മാറി കൊടുക്കണം, അല്ലെങ്കിൽ NS ഒഴിവാക്കിയിട്ട് RL കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ഓടി ഓടി പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, പക്ഷെ they will end up in more severe disease like acute renal failure or chronic renal failure. അപ്പോൾ ഈ രാജൻ ഡോക്ടർ പറഞ്ഞതുപോലെ കളർ ഓഫ് ദ യൂറിൻ ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ യൂറിൻ, ഇത് രണ്ടെണ്ണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡയറിയയില്. പൊതുവെ നമ്മൾ വിട്ടുപോകുന്നത് അതാണ്. പക്ഷെ ഡീഹൈഡ്രേഷൻ മെഷർ ചെയ്യാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആസ്ക് ദ ഔട്ട്പുട്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ ആൻഡ് ഓൾസോ ദ കളർ ഓഫ് യൂറിൻ. ഒത്തിരി ഡാർക്ക് യെല്ലോയിഷ് യൂറിൻ ഉണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ സിവിയർ ആണ്. അപ്പൊ ആ സമയത്ത് ഈ NS നോർമൽ സലൈൻ ഒത്തിരി കുത്തി വെക്കുമ്പോഴത്തേക്കും ഇറ്റ് മേ എൻഡ് അപ്പ് ഇൻ റീനൽ ഫെയിലിയർ. അതും കൂടെ പറയാൻ വേണ്ടിട്ട് ഹാൻഡ് റൈസ് ചെയ്തു. സംസാരിക്കാം. ഈ പറഞ്ഞ വയറിളക്ക രോഗങ്ങളെ കുറിച്ച് പറയുമ്പോ ഹോമിയോപ്പതിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടിത്തന്ന ഒരു അസുഖം കൂടിയാണ് വയറിളക്ക രോഗങ്ങൾ. അത് കോളറ പിടിച്ച് യൂറോപ്പ് അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ ശരിക്കും വിറച്ചു നിന്ന അവസ്ഥയിൽ, അക്ഷരാർത്ഥത്തിൽ ഭയന്നിരിക്കുന്ന അവസ്ഥയിൽ ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് ഇന്നും ഇംഗ്ലണ്ടിൽ ഹോമിയോപ്പതി അക്സെപ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ മാത്രമല്ല ഇവിടെ ജനറൽ മാനേജറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഹോമിയോപ്പതിയുടെ ഒരു കാഴ്ചപ്പാടാണ് വേണ്ടത്. ഇപ്പം അലോപ്പതിയെ സംബന്ധിച്ചോളം പറയുമ്പോൾ അവർക്ക് മെഡിസിൻസ് കുറവാണ്. ആ മെഡിസിൻസ് തന്നെ പലപ്പോഴും കുഴപ്പമുണ്ടാക്കാൻ ചെയ്യുന്നത് കൊണ്ട് അവര് ഒരുപാട് പല പല സർക്കസുകളും കാണിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ ORS കൊടുക്കേണ്ട ആവശ്യമില്ല, കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുത്താൽ മതി. മാത്രമല്ല ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ മിക്കവാറും നല്ല റെസ്പോൺസ് കിട്ടുകയും ചെയ്യും. മറ്റേത് അങ്ങനല്ലല്ലോ. ഒരു വയറിലൊക്കെ ഉള്ള രോഗിയുടെ വയറ് ഓൾറെഡി പിണങ്ങിയിരിക്കുകയായിരിക്കും, ആ സ്ഥലത്തായിരിക്കും ഒരു മെഡിസിൻ കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ കൂടുതൽ വഷളാവുകയുള്ളൂ. പിന്നെ വീണ ഡോക്ടർ പറഞ്ഞ പോലെ ഈ RL അല്ല അങ്ങനെ സംഭവങ്ങൾ കൊടുക്കുന്നതും പലപ്പോഴും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. ഈ റീനൽ ഫെയിലിയർ ഉണ്ടാകുന്നത് പലപ്പോഴും അതാണ്. മുമ്പ് എനിക്ക് ഓർമ്മ നമ്മുടെ റഷ്യയിലെ എമർജൻസി മെഡിസിൻ ഡോക്ടർമാര് IFH പ്രസന്റ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാണ്, ആക്സിഡന്റ് RTA റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും ഹോമിയോപ്പതി മെഡിസിൻ വളരെ സേഫാണ്. കാരണം ഈ മെഡിസിൻസ് പേഷ്യന്റിൽ വേറെ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഓരോ കണ്ടീഷൻസിലും വളരെ പ്രധാനപ്പെട്ട മെഡിസിൻസ്. ഇപ്പൊ ഇത് പറഞ്ഞ കൂടത്തെ ഓർമ്മ വന്നൊരു വളരെ വിചിത്രമായ കേസ് കൂടെ പറയാം. വർഷങ്ങൾക്ക് മുമ്പായിട്ട് കൊച്ചു കുട്ടി നല്ല വയറിലൊക്കെ ഉണ്ട്, പക്ഷെ ബ്ലീഡിങ് ഇങ്ങനെ രക്തം വെക്കുന്നു, വയർ ഡിസെൻട്രി പോലുള്ള കണ്ടീഷനാണ്. എന്തൊക്കെ മെഡിസിൻ കൊടുത്തതും പോലെ. അപ്പൊ അതിനൊരു യുക്തി തോന്നി, ഈ കുട്ടിയുടെ അമ്മ അവരുടെ നാക്ക് അത്ര ശരിയല്ലാത്തതുകൊണ്ട് മിക്കവാറും ഭാര്യയും ഭർത്താവോട് തല്ലുണ്ടാകുന്ന എനിക്ക് തോന്നി. ചോദിച്ചപ്പോ ശരിയാണ്, ദേഹത്ത് മൊത്തം അടി കിട്ടിയ പാടുകളുണ്ട്. അങ്ങനെ എന്തോ ഒരു യുക്തി വിളിച്ച് ആർണിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിന്റെ അസുഖം മാറി. അപ്പൊ നമ്മുടെ ഈ ഹോമിയോപ്പതി ഡോക്ടർമാർ ഈ ഒരു ഡ്രോൺ പോലെയാണ്, വളരെ ഹൈറ്റിൽ നിന്ന് വളരെ സൂക്ഷ്മമായും പല ആംഗിളിലും നോക്കിക്കഴിഞ്ഞാൽ വിചിത്രമായ പലതും കിട്ടും. മാത്രമല്ല പലപ്പോഴും ഈ സക്ലിങ്സ് നെവർ റിസീവ് മെഡിസിൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടിക്കല്ല, പാല് കുടിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള അമ്മയ്ക്ക് മെഡിസിൻ കൊടുക്കുക. then it will act more quickly, mildly and beneficially. ഈ 3 ടേം ഹനിയം പറയാം. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കേൾക്കും. നല്ലതെന്നല്ല പറയുന്നത്. മൈൽഡ് ആണ്, ബെനിഫിഷ്യൽ ആണ്, ക്വിക്ക് ആണ്. ഇതാണല്ലോ വേണ്ടത്. ഹയസ്റ്റ് ഐഡിയൽ ക്യൂറിൽ അത് ആഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ധാരാളം സ്കോപ്പ് നമുക്കുണ്ട്. തെറാപ്യൂട്ടിക്സ് വളരെ വളരെ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാടും ഒരല്പം ധൈര്യവും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകം നമ്മുടേതായിട്ട് മാറും. താങ്ക് യു. തീർച്ചയായും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഡോക്ടർ ചെയ്തത്. അത് വളരെ സുപ്രധാനമായ കാര്യങ്ങൾ തന്നെയാണ്. അടുത്തത് നമ്മൾ എബ്രഹാം വൈദ്യൻ ഡോക്ടറോട് പോവുകയാണ്. എനിക്ക് സംശയം ചോദിക്കാനാണേ. അതായത് ഈ
ലൂസ് ഡയറി അല്ല ഡയറി പോലെ ലൂസ് സ്റ്റൂളായിട്ട് 6-7 പ്രാവശ്യം പോകുന്നു. കാരണം വന്ന് കാഷ്യൂനട്ട്സ് കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ്. കാഷ്യൂനട്ട്സ് കൂടുതൽ കഴിക്കുന്നത് ഇപ്പൊ ഇൻഡിസ്പോസിഷൻ വേണമെങ്കിൽ പറയാം, പക്ഷെ അവർക്ക് കാഷ്യൂനട്ട് കണ്ടറിയാൻ കൂടുതൽ കഴിക്കും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ 5-6 വെച്ച് കഴിക്കാവുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചോണ്ട് ഇടയ്ക്ക് എപ്പോഴും 5-6 വെച്ച് കഴിക്കും. അതിന്റെ ഫലമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും ഇൻവോളണ്ടറി ആയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഗ്യാസ് ഫ്ലാറ്റസ് പാസ് ചെയ്യുകയെന്ന് വെച്ചോണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റൂള് പോകുന്നു. അത് മെഡിസിൻ നമുക്കറിയാം. ചൈനയൊക്കെ ആണ് കൂടുതൽ നോക്കിയത്, വലിയ എഫക്റ്റ് കിട്ടുന്നില്ല. വളരെ എഫക്റ്റീവ് ആയിട്ട് മെഡിസിൻ വേറെ ഉണ്ടോ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്താ ഒന്നുകൂടെ പറഞ്ഞ കേസ് ഞാൻ ശ്രദ്ധിച്ചില്ല. കാഷ്യൂനട്ട്സ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് കംപ്ലൈന്റ് ഉണ്ടാകുന്നത്. ചിലപ്പോ പെസ്റ്റിസൈഡ് ഇടുന്നത് കൊണ്ടും ആവാമല്ലോ. അപ്പൊ അതാകാം. തന്നെ ആയിരിക്കും ഒരു മെഡിസിൻ. നമുക്കൊന്ന് നോക്കാം. ചൈന ആൻഡ് നക്സോമിക്ക. അപ്പൊ ഇതാണ് പിന്നെ സ്റ്റൂളാണോ പോകുന്നത്, യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റൂള് പോകും, ഫ്ലാറ്റസ് പാസ് ചെയ്യുമ്പോൾ സ്റ്റൂള് പോകും. ഇൻവോൾവ് ആ രീതിയിൽ പോകുന്നുണ്ട്. അതാണ് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്. ആസിഡ് ന്യൂർ ഓക്കെ ആസിഡ് ന്യൂർ ഉണ്ട്, ഒലിയാണ്ടർ. എന്തോ വായിച്ചോർമ്മ ഏതാന്ന് എനിക്ക് പിടിയിട്ടും കിട്ടുന്നില്ല, റെഫർ ചെയ്തിട്ടും കാലിയ ആഴ്സിനുണ്ട്, കാലിയ ആഴ്സിനുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഹലോ ആസിഡ് ന്യൂർ കൊടുത്ത സാറേ, ഒരുപാട് കേസസ് എനിക്ക് ശരിയായിട്ടുണ്ട്. ആസിഡ് ന്യൂർ. ശരി, താങ്ക് യു ഡോക്ടർ. അപ്പൊ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഒന്നിട്ട് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അതായത് കെന്റിന്റെ ലെസർ റേറ്റിംഗ്സിലോ മെറ്റീരിയൽ മെഡിക്കലാണ് ഒരു കേസ് പറയുന്നുണ്ട്. ഒരു കുട്ടിക്ക് സിവിയർ ഡയറിയ, പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കിയിട്ടും അസുഖം മാറുന്നില്ല. അവസാനം വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മനസ്സിലായത് 1 പൗണ്ട് പഞ്ചസാര കുട്ടിയുടെ അച്ഛൻ വന്നപ്പോ അറിഞ്ഞത്, വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, അടുത്ത ദിവസം തീരുന്നു. അവസാനം മനസ്സിലായി ഈ അമ്മ പഞ്ചസാര കഴിക്കുന്നു. അങ്ങനെ കുട്ടിക്ക് വയറിലൊക്കെ ഉണ്ടായതാണ്. അങ്ങനെ ആർജന്റീന എട്രിക്ക് കൊടുത്തപ്പോ അസുഖം മാറുകയാണ്. അതല്ല ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ അലോസിന്റെ കാര്യം പറഞ്ഞല്ലോ, അലോസിന്റെ ഡയറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പേഷ്യന്റ് പിടിച്ചാൽ നിൽക്കില്ല, എനിക്ക് ഓടുകയാണ് ചെയ്യുന്നത്. വയറിൽ പോണമെന്ന് തോന്നി കഴിഞ്ഞാല് ഒരു എമർജൻസി ലാൻഡിങ് ആണ് നടത്തുന്നത്. അപ്പൊ അത് എപ്പോഴും അലോസിന്റെ വളരെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അതുപോലെ തന്നെ അലോസിന് എപ്പോഴും വയറിനകത്ത് ഭയങ്കര മുഴക്കമായിരിക്കും. കൽക്കേറി ബസിന് ഇരപ്പാണെങ്കിൽ അലോസിന് മുഴക്കമായിരിക്കും എന്നാ പറയുന്നത്. സ്വാഷിംഗ് സെൻസേഷനും പറയുന്നത്. ഓക്കെ, തന്നെ പോവും, കക്കൂസി ചെല്ലുന്നതിന് മുമ്പ് പോവും, ചിലപ്പം ബെഡേ തന്നെ പോവും. അത് ആ സ്റ്റൂള് പലപ്പോഴും നോർമൽ ആയിരിക്കും ചെയ്യും. അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. ഡോക്ടർ എത്തിയിട്ടുണ്ട്. വളരെ നല്ല അറിവുകളാണ്. വീണ്ടും ഞാനൊരു കേസ് പറഞ്ഞോട്ടെ. ഞാനൊരു കേസ് പറയാം. ഒറ്റ കേസ് ഡോക്ടർ കരികരം പറഞ്ഞിട്ട് പറയാം. കൈ കുട്ടിയിരിക്കും. എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നിങ്ങൾ കഞ്ഞിവെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, കഞ്ഞിവെള്ളം കൊടുക്കരുത്. അതിന് പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അരിയിട്ട് തിളപ്പിച്ചിട്ട് ആദ്യത്തെ വെള്ളമേ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ഈസി ആയിട്ട്, അതിനകത്ത് ഗ്ലൂക്കോസും കൊണ്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. കഞ്ഞിവെള്ളം കൊടുത്താൽ അത് അബ്സോർബ് ചെയ്യില്ല. ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഇങ്ങനെ ചെയ്യണം, അരിയിട്ട് തിളപ്പിക്കണം, എന്നിട്ട് ഫസ്റ്റ് വാട്ടർ എടുത്ത് ഫ്രീക്വന്റ് ആയിട്ട് ലേശം ഉപ്പുമായിട്ട് വെക്കണം. അത് നല്ല ഈ ഡീഹൈഡ്രേഷൻ ഏറ്റവും നല്ലതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും പറയാത്തതുകൊണ്ട് പറയുന്നതാണ്, IBS എന്ന് പറയുന്ന ഒരു രോഗമുണ്ടല്ലോ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഹോമിയോപ്പതിയുടെ ഒരു ഫീൽഡാണ്, ഹോമിയോ ഡോക്ടർമാരുടെ ഒരു ഫീൽഡാണ് ഈ IBS എന്ന് പറയുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അലോപ്പതിക്കാരൻ തലകുത്തി നിന്നാൽ അത് ഭേദമാകും IBS. പിന്നെ ഭാഗ്യലക്ഷ്മി ഡോക്ടർ പറഞ്ഞില്ലേ പിക്രിക് ആസിഡ്, ഡോക്ടറെ അത് ഡോക്ടർ മെന്റൽ സ്ട്രെയിൻ ഇനി പിക്രിക് ആസിഡും, അതുപോലെ തന്നെ ബ്രെയിൻ ഫാഗിന് കാലിഫോസ്, ബ്രെയിൻ ഫാഗിന് കാലി. അത് ഈ ബ്രെയിൻ ഫാഗ് എന്ന് പറയുന്നത് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ബ്രെയിൻ ഫാഗ് ഉണ്ടാകും. അതിന്
ഏറ്റവും ബെസ്റ്റ് ഈ ഇതാണ് കാലിഫോസ് ആണ്. പിന്നെ ഉള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മള് കൊച്ചിനെ കൊണ്ട് നമ്മുടെ കൺസൾട്ടിങ് റൂമിൽ കയറുമ്പം തന്നെ വല്ലാത്തൊരു വാടക, അതായത് നാറ്റം കൊണ്ട് അതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് റിയമാണ്. റിയം അതാണ്. പിന്നെ അടുത്ത മരുന്ന് കൊച്ച് എറിഞ്ഞു തൂറുക എന്ന് പറയും. സാധാരണ നമ്മുടെ നാട്ടും പുറത്ത് ഭാഷ അവൻ എറിഞ്ഞു തൂറുക. ഏറ്റവും നല്ല കോട്ടൺ ഡിഗ്രിയിലാണ്. പിന്നെ വേറെ ഒരു മരുന്ന് എറിഞ്ഞു തൂറുന്നതിനുള്ളത് ഗംബോഗിയ ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ ഈ ആസ്മയുള്ള പേഷ്യൻസിന് ഡയറിയ വരികയാണെങ്കിൽ നമുക്ക് കാലിക്കാർ ബെസ്റ്റ് മെഡിസിൻ ആണ്, കാലിക്കാർ. പിന്നെ വേറെ ഒരു ടൈപ്പ് ഡയറിയ ഉണ്ട്, എന്താ അറിയാമോ? അവശനായിട്ട് വരുന്ന രോഗിയുണ്ട്, അതായത് എപ്പോഴും ഡയറിയ, അവശതയാണ്. ആ പേഷ്യന്റിന്, അതായത് ഡെബിലിറ്റേറ്റിംഗ് ഡയറിയ എന്ന് നമ്മൾ പറയും. ഡെബിലിറ്റേറ്റിംഗ് ഡയറിയ, എന്ത് കഴിച്ചാലും ദഹിക്കരുത്. അങ്ങനെയുള്ള കേസൊക്കെ അസറ്റിക് ആസിഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അല്ല, അസറ്റിക് ആസിഡ് അല്ല, ആസിഡ് ഫോഴ്സിനെ കുറിച്ച് ചിന്തിക്കണം. ആസിഡ് ഫോഴ്സ്, അതായത് അതിന് ഒരാവതില്ല. നൈട്രേറ്റ് ഫോഴ്സ് ഒക്കെ വളരെ ആസിഡ് ഫോഴ്സിന് നോൺ ഡെബിലിറ്റേറ്റിംഗ് ഡയറി അല്ലേ സാറേ? അത് തന്നെ. പക്ഷെ നോൺ ഡെബിലിറ്റേറ്റിംഗ് ആണ്. പക്ഷെ അതിന്റെ കാരണം എന്ന് പറയുന്നത് പിന്നെ ഡെബിലിറ്റി ഉണ്ട്, പക്ഷെ ഇവന് ക്ഷീണമൊന്നും നമുക്ക് കണ്ടാ തോന്നത്തില്ല. പക്ഷെ ഡയറി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ. നോൺ ഡെബിലിറ്റേറ്റിംഗ് നമുക്ക് പറയാം. അതൊരു മരാസ്മസ് കണ്ടീഷനാണ്. മരാസ്മസ് കണ്ടീഷൻ അത് ആസിഡ് ഫോഴ്സ് ഡയറിയ നമുക്ക് എടുക്കാവുന്നത്. പിന്നെ വേറെ ഡയറിയക്ക് ജോണ്ടിസ് ഒരു വലിയൊരു കേസ് ഞാൻ ഭേദമാക്കിയതാണ്. ഒരു പേഷ്യന്റിന് ജോണ്ടിസ് വന്നിട്ട് ഡയറിയ വന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു, ഇത് ഭേദമാവത്തില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ്. എൻ്റെ ഏർലിയർ പ്രാക്ടീസ് അന്ന് ഞാൻ കൊടുത്ത മരുന്ന് ചൈന. അതുകൊണ്ട് അത് ഭേദമാകുകയും എനിക്ക് ഒത്തിരി പേരും കിട്ടിയ ഒരു ആ കൊച്ചി രക്ഷപ്പെട്ടു. അന്ന് അത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പൊ. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആഫ്റ്റർ, ഡോക്ടർ ഭാഗ്യലക്ഷ്മി ഡോക്ടർ പറഞ്ഞു വളരെ ശരിയാണ്. തൂജയും ഉണ്ട്, നാട്രം സൾഫ് ഉണ്ട്, നാട്രം സൾഫ് ഉണ്ട്. ഇതൊക്കെയാണ് ഉള്ളത്. ഡയറിയ ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. ഡയറിയ ഒക്കെ എന്തുവാ, ഡയറിയ ഏത് സൈസ് ഡയറിയ വന്നാലും നമുക്ക് ഭേദമാണ്. പിന്നെ ഡോക്ടർ നിങ്ങൾ ആലോസിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആലോസിനെ കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് അതിന് സൾഫറിനെ കുറിച്ചും കൂടെ ചിന്തിക്കണം. ആലോസ് കൊടുത്ത് കുറഞ്ഞില്ല എങ്കിൽ അതിനുശേഷം സൾഫർ 200 ഒരു ഡോസ് കൊടുത്തിട്ട് പിന്നെ ആലോസ് കൊടുക്കണം. അപ്പോ അതുപോലെ ഈ ചില ആൾക്കാർ കറ്റാർവാഴ എണ്ണ തലയിൽ തേക്കുന്ന ആൾക്കാരിൽ സൾഫറിന് സിംറ്റം ഉണ്ടാകാറുണ്ട്. ഇവിടെ ചൗധരിയുടെ മെറ്റീരിയൽ ഇവിടെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊരു മെറ്റീരിയലുണ്ട്. ഓക്കെ, എന്തായാലും വളരെ വിജ്ഞാനപ്രദമായ സദസ്സാണ്. അതായത് ശങ്കരാചാര്യരുടെ വീട് അന്വേഷിച്ച് പോകുന്ന മണ്ഡന മിശ്രന്റെ, ശങ്കരാചാര്യരും ശിഷ്യന്മാരും കൂടെ മണ്ഡന മിശ്രന്റെ വീട് അന്വേഷിച്ച് പോകുമ്പോൾ പറഞ്ഞ ഐഡന്റിറ്റിയാണ്, എവിടെയാണോ കിളികൾ വേദാന്തം സംസാരിക്കുന്ന ആ വീടാണ് മണ്ഡന മിശ്രന്റെ വീടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ IMPHന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വീണയിലേക്ക് പോകും. ഡോക്ടർ വീണ സംസാരിക്കാം. അതെ, ഇത് IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പറഞ്ഞപ്പോഴത്തേക്കും അതിന് കൂടെ ഉള്ള സൈക്കോളജിക്കൽ സിംറ്റംസ് ആണ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. അപ്പൊ അത് വളരെ അലോപ്പതി സൈഡിൽ അവർ കൊടുക്കുന്നത് ആന്റി ഡിപ്രസൻ മെഡിസിൻസ് ആണ്. സോ വളരെ സ്കോപ്പ് അധികമുള്ള ഒരു കാര്യമാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. പിന്നെ ഉള്ളത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസോർഡേഴ്സ്, അതായത് ക്രോൺസ് ഡിസീസ് ആൻഡ് അൾസറേറ്റീവ് കോളൈറ്റിസ്. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഇത് ഇലിയത്തിന് ഓർ കോളൻ പല ഭാഗങ്ങളായിട്ട് ഇൻഫ്ലമേഷൻ ബൈ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് ഇൻഫ്ലമേഷൻ സംഭവിക്കാന്നുള്ളതാണ്. അവരിപ്പോ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് ആണ് അവർ കൊടുക്കുന്ന മെഡിസിൻ. അതിൽ ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഈ CRP ചെക്ക് ചെയ്യുന്നത് കൂടുതൽ ഉപയോഗപ്പെടും. നമ്മുടെ മെഡിസിൻസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ പ്രൂവ് ചെയ്യിക്കാൻ ഈ CRP ലെവൽസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത് പറയാൻ പറ്റും.
സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ. പിന്നെ ഇതല്ലാതെ ഡയറിയെല്ലാം നമ്മൾ കൂടുതൽ ഹിസ്റ്ററി ചോദിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ, ലൈക്ക് പാർഷ്യൽ ഇൻറ്റസ്റ്റൈൻസ് റിമൂവൽ, അല്ലെങ്കിൽ ഒബിസിറ്റിന് വേണ്ടി കുറച്ച് സ്മോൾ ഇൻറ്റസ്റ്റൈൻസ് മുറിച്ച് കളഞ്ഞതാണോ, അല്ലെങ്കിൽ ഗാൽ ബ്ലാഡർ റിമൂവ് ചെയ്തതാണോ, ഗാൽ ബ്ലാഡർ സ്റ്റോൺസ് ഉണ്ടോ, റീനൽ സ്റ്റോൺസിൽ പെയിനോട് കൂടി ഡയറിയ വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺകോമിറ്റന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചെലിഡോണിയം, ഹെപ്പാർസെൽഫ്, നക്സോമിക്ക ഇങ്ങനെയുള്ള മെഡിസിൻസും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഡോക്ടർ വീണ ഇത് ഒന്നുകൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഒരു ദിവസം ഇതിലെ പ്രോഗ്രാമിലേക്ക് വരിക. രാജൻ ഡോക്ടർ സംസാരിക്കാമോ? ഞാൻ ക്രോണിക് ഡയറി ചാപ്പാറ പറഞ്ഞിരുന്നു. ആരെങ്കിലും ചാപ്പാറ ക്രോണിക് ഡയറിക്ക് വളരെ എഫക്റ്റീവ് ചാപ്പാറ. ഓക്കെ. പിന്നെ ക്രോണിക് ഡയറിയ, ക്രോണിക് അക്യൂട്ട് ആൻഡ് സബ്അക്യൂട്ട് ഡയറി ഇൻ ചിൽഡ്രൻ, അയഡോഫോം വളരെ എഫക്റ്റീവ്, അയഡോഫോം. പിന്നെ ഈ കശുവണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ കശുവണ്ടി അനാക്കാർഡിയം പരിഗണിച്ചുകൂടെ എന്നൊരു ചോദ്യമുണ്ട്. കശുവണ്ടി അനാക്കാർഡിയം ആ മെഡിസിൻ അല്ലേ? അതെ ഡോക്ടറെ, കശുവണ്ടിക്കാരന് എന്താ ഡയറി ഉണ്ടാകുന്നറിയോ? അവന് കശുവണ്ടിയിലുള്ള പ്രോട്ടീൻ അബ്സോർബ് ചെയ്യത്തില്ല. അതാണ് അതിന്റെ കാര്യം. പൾസാറ്റില കൊടുത്ത് നോക്ക്, ചിലപ്പോ പ്രയോജനം. ഓക്കെ സാർ, അപ്പൊ ഡോക്ടർ മായയിലേക്ക് പോവാം. ഡോക്ടർ മായ സംസാരിക്കാമോ? ഡോക്ടർ മായ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയർഡ് CMO ആണ്. ഡോക്ടർ മായ സംസാരിക്കാമോ? ഞാനൊരു ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു നല്ലൊരു കേസ് വന്നായിരുന്നു. ഒരു പയ്യനാണ്, 23-24 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ പയ്യന് ചായ പോലും കുടിക്കാൻ പറ്റത്തില്ല. പാലിന്റെ ഒരു അംശം പോലും അവന് കഴിക്കാൻ പറ്റത്തില്ല. അവന് അത് കാരണം ക്ലാസ്സിന് പോകാൻ പറ്റത്തില്ല, ഒന്നിനും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അതിന് മാക്കാർബാണ് കൊടുത്തത്. ഭയങ്കര നല്ല റിസൾട്ടായിരുന്നു ആ മാക്കാർബ് കൊടുത്തിട്ട്. ആ പയ്യനിപ്പം അത് കഴിഞ്ഞിട്ട് ആ പയ്യന്റെ വീട്ടിലെ അമ്മ, അച്ഛൻ എല്ലാരും നമ്മളെ പുതുക്കുളത്തിരിക്കുമ്പോഴാ ഡിസ്പെൻസറിന്ന് ഇപ്പോഴും ആ അച്ഛനും അമ്മയൊക്കെ എന്റെ പേഷ്യൻസ് ആണ്. പക്ഷെ അവൻ അതെല്ലാം അസുഖം എല്ലാം മാറി അവൻ റഷ്യയിലാണ് ഇപ്പൊ. എനിക്ക് അത് മറക്കാൻ പറ്റാത്തൊരു കേസാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിങ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മെഡിസിൻ ആണ് മാക്കാർബ്. ഇതുപോലെ ധാരാളം മെഡിസിൻ ഉണ്ട്, ധാരാളം മെഡിസിൻ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു മെഡിസിനെ പറയാൻ, അതായത് ഈ കൂടുതൽ പഠിക്കുമ്പോൾ മെന്റൽ വർക്ക് കൂടുന്ന ഒരു മെഡിസിൻ ആണ് സബാഡില്ല. ശരിക്കും പരീക്ഷാ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് അസുഖം ഉണ്ടാകുന്ന നല്ലൊരു മെഡിസിൻ. അതുപോലെ തന്നെ മെന്റൽ വർക്കും ഫിസിക്കൽ വർക്കും വളരെ കൂടുതൽ ഹാർഡ് വർക്കായിട്ട് ചെയ്യുമ്പോൾ അസുഖങ്ങളും കുപ്രമറ്റും നല്ലൊരു മെഡിസിൻ ആണെന്ന് കൂടി ഓർമ്മ വരുന്നു. ഇനി എന്തെങ്കിലും പറയാൻ ഹരിഹർ സാർ തീർച്ചയായിട്ടും കാണും. ഈ പണ്ട ആവാതായ അസ്ത്രങ്ങൾ ഒഴിയുന്നില്ല. സാറെ പറയൂ. ഞാന് ഡോക്ടർ വീണ ആ കേസ് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ഡോക്ടർ വീണ അങ്ങനെയുള്ള കേസില് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു US സ്കാൻ എടുപ്പിക്കണം. ആ US സ്കാൻ എടുപ്പിച്ചു കഴിയുമ്പോൾ ആ ഇൻഡസ്റ്റൈനിലുള്ള ലിംഫ് ഗ്ലാൻസ് ഒക്കെ എൻലാർജ്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഒരു ട്യൂബർക്കുലാർ മയാസമാണ്. അങ്ങനെ വരുന്ന സമയത്ത് 2 മരുന്നുകളാണ് നമുക്ക് മുഖ്യമായിട്ടും. ഒന്ന് ട്യൂബർക്കുലിനെ നമ്മള് വണ്ണം ഒരു ഡോസ് കൊടുക്കണം. അതിനുശേഷം മെർക്സോൾ കൊടുക്കുമ്പോൾ അത് ക്യൂർ ചെയ്തു വരും. അതാണ് അതിന്റെ വഴി. Yes, better techniques can improve your practice. That's a specialty of this platform. വളരെ നന്നായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ചർച്ചകളാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും പാരമ്പര്യമായുള്ള രോഗങ്ങളെ കുറിച്ച് കൂടി പലപ്പോഴും അക്യൂട്ട് ഡിസീസിൽ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രത്യേകിച്ച് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ധാരാളം ഈ ട്യൂബർക്ലോസിസ് കേസ് വളരെ ഉണ്ട്. എത്രയൊക്കെ മേനി പറഞ്ഞാലും ഈ പറഞ്ഞ 25 to 30% ഇൻഫെക്റ്റ് ആണ് ഇപ്പോഴും. ഇൻഡസ്ട്രിയൽ ട്യൂബർക്ലോസ് ധാരാളം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അതിന് പ്രധാന കാരണം പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഗൊണോറിയ അല്ല, ട്യൂബർക്ലോസ് പറയുന്നുണ്ട്. പഴയ വലിയ ഈ ഒബ്സ്റ്ററ്റിക്സ് ടെക്സ്റ്റ് ബുക്കിനകത്ത് പണ്ട് ഞാൻ വായിച്ചതിനകത്തുണ്ട്, ഇപ്പൊ എനിക്കറിയില്ല. അതൊരു ഘടകമാണ്. അതുപോലെ ലൂക്കോറിയ, വൈറ്റ് ഡിസ്ചാർജിൽ ഒരുപാട് കേസുകൾ ഇൻഹറന്റ് ആയിട്ട് ട്യൂബർക്ലോസ് ഉണ്ട്. ഈ പറയുന്ന എല്ലാത്തിനകത്തും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസ് ഉൾപ്പെടെ അത്തരം കണ്ടീഷൻസ് ഉണ്ട്.
പിന്നെ അതുപോലെ ഈ ഡയറ്റ് നമ്മൾ അൺനെസസറി ആയിട്ടുള്ള പ്രാധാന്യം ഈ അലോപ്പതി ഗൈഡൻസിൽ സ്വീകരിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടോടെ പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ പേഷ്യന്റിന്റെ മറ്റ് അസുഖങ്ങളും നമ്മൾ കൊടുക്കുന്ന മരുന്നുമായിട്ട് കൂടെ ബന്ധപ്പെടുത്തി വേണം ഈ പറഞ്ഞ ഇപ്പം പൾസാറിലുള്ള പേഷ്യന്റ് ആണ്, പൾസാറിലെ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിച്ചു കഴിഞ്ഞാൽ അസുഖം കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ അഗ്രവേറ്റ് ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ വേറൊരു കൺസെപ്റ്റ് പറയുന്നത് പേടിച്ചിട്ട് വയറിളക്കം പിടിക്കുക. ഓപ്പിയം ഒരു മെഡിസിൻ ആണ്, നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട മെഡിസിനാണ് ഓപ്പിയം. ഇപ്പൊ ശബ്ദം കേട്ടല്ല അക്കോണൈറ്റ്, ഓപ്പിയം, അങ്ങനെ മെഡിസിനുകൾ ചിന്തിക്കുക. പിന്നെ അക്കോണൈറ്റ് വണ്ടർഫുൾ റെമഡി. അക്കോണൈറ്റ് അതായത് ഈ ഇൻഫൻസിന് വരുന്ന ഈ ഇതുണ്ടല്ലോ ഡിസെൻട്രി, ഇൻഫൻസ് ഫണ്ടാസ്റ്റിക് മെഡിസിൻ ആണ് അക്കോണൈറ്റ്. എനിക്ക് തോന്നുന്നു ഇൻഫൻസിന് വരുന്ന മിക്കവാറും രോഗങ്ങൾക്കൊക്കെ ഈ അക്കോണൈറ്റ് കൊടുത്താൽ മാറും. ആ അക്കോണൈറ്റ് 30 മാത്രം നമ്മൾ കൊടുത്താൽ സെൻസിറ്റീവ്. ഒരു കുട്ടിക്ക് എപ്പോഴും ഭയമാണല്ലോ, അതിനറിയില്ലല്ലോ എന്താണെന്നും. അപ്പൊ തീർച്ചയായും ലോജിക്കലി നല്ല നിർദ്ദേശമാണ് അക്കോണൈറ്റ് കൊടുക്കുക. ഒരു കേസ് ഞാൻ പറഞ്ഞാല് ഈ അംബലിക്കൽ കോഡ് ഉണ്ടല്ലോ, അംബലിക്കൽ കോഡ് പഴുത്ത് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നു, അവരാകെ പ്രയാസമായിട്ടിരിക്കുമ്പോ ഈ അക്കോണൈറ്റ് കൊടുത്തപ്പോ വിത്തിൻ 3 days അത് അടന്നുപോയി. അക്കോണൈറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്തു, അത് ഹീൽ ചെയ്തു. അതാണ് അക്കോണൈറ്റ്. അക്കോണൈറ്റ് വണ്ടർഫുൾ റെമഡിയാണ്, വണ്ടർഫുൾ റെമഡി. ഓംഫ്ലൈറ്റിസ് അല്ലേ സാറ് പറയുന്ന ആ വാക്ക്? എല്ലാരും പലരും മറന്നുപോയി കാണും അല്ലേ? ഇൻഫ്ലമേഷൻ അംബിലിക്കൽ കോഡ്, ഓംഫ്ലൈറ്റിസ് അല്ലേ? ഞാനത് മറന്നുപോയി. അങ്ങനത്തെ ഒരു വാക്കുണ്ടെന്ന് എവിടെയോ അജ്ഞാതമായ കോണുകൾ ചില മെമ്മറി ഒക്കെ കടന്നു വരുന്നുണ്ട്. രാജൻ സാറ് സംസാരിക്കാമോ? നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഫുഡ് കഴിച്ചിട്ടുള്ള കുട്ടികളുടെ ഡയറിക്ക് പെപ്സിനം നല്ലൊരു പെപ്സിനം, പെപ്സിനം, ആർട്ടിഫിഷ്യൽ പെപ്സിനം, പെപ്സിനം. അലൂമിനയാണ് അതിന് പറയുന്നത്. ഡോക്ടർ വീണയുടെ സജഷൻ കൊളോസിൻ താൻ കോൾച്ചിക്കം. കോൾച്ചിക്കം ഈ പറഞ്ഞ വയറിളക്കത്തിനും ഛർദിലും വളരെ സൂപ്പറായ മെഡിസിനാണ്. അതുപോലെ കൊളോസിന്തും, അതായത് ഒരുപാട് ഇമോഷൻസ് സപ്രഷൻസ് ഉണ്ടാകുന്ന കേസുകളിൽ സ്റ്റാഫിസാഗിരിയ പോലെ കൊളോസിന്തും പലതും പുറത്ത് പറയാതെ അല്ലെങ്കിൽ വിഴുങ്ങി അസുഖം ഉണ്ടാകുന്നെന്ന് പറയും. മാത്രമല്ല ഡോക്ടറെ, കരച്ചില്, ഭയങ്കര ദേഷ്യമുള്ള കുട്ടികൾക്ക് ഡയറി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കമോമില നമ്മൾ മനസ്സിൽ ഓർമ്മ വരുമെങ്കിലും വയറുവേദനയും കൂടെ ഉണ്ടെങ്കിൽ ശക്തമുണ്ടെങ്കിൽ കൊളോസിന്ത് കൊടുത്തേ നല്ല ആക്ഷൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അമോണിയം കാർബില്ലേ, ഇറ്റ്സ് എ അഗ്ലി ടൈം ഫോർ ഹർ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പീരീഡ് സമയമാകുമ്പോഴത്തേക്ക് വയറിളക്കവും ഛർദിയിലും അമോണിയം കാർബാണിന്റെ ഓർമ്മ കെന്റിന്റെ വിവരണമാണെന്ന് തോന്നുന്നു. ആണോ സാറേ? അല്ല, ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അമോണിയം കാർബ് പറയുന്നുണ്ട്. അതെ. അതുപോലെ നമ്മൾ മറന്നൊരു മെഡിസിനുണ്ട്, വെരാട്രോ ആൽബം. വയലന്റ് ആയിട്ടുള്ള, പക്ഷെ അതിന്റെ ഒരു ക്യാരക്ടറിസം വെച്ചാൽ ഈ ഫോർഹെഡിലെ പ്രെസ്പിറേഷൻ ഉണ്ടാവും. അതാണ്. മാത്രമല്ല വളരെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി 7 തവണ കെന്റിന്റെ മെറ്റീരിയലിക്ക് വായിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് CM ആയിരുന്നു. ഓരോ തവണ വായിച്ചിട്ട് പുള്ളി എല്ലാം വരച്ചു വെക്കും, ഇന്റേൺസിന് കൊടുക്കും. അങ്ങനെ 7 തവണ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് എന്തൊരു അസുഖം വന്നപ്പോ ഞാൻ ട്രെയിനിൽ സംസാരിച്ച പുള്ളിയോട് ഞാൻ പറഞ്ഞു, സാർ ഡോക്ടർ കാര്യം ചെയ്തു, വെരാട്രോ ആൽബം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി സാറിന്റെ വെരാട്രോ ആൽബം. അപ്പൊ ഇദ്ദേഹം രാവിലെ നടക്കാൻ പോകുന്നതിന് മുമ്പ് 3-3:30 മണി സമയത്ത് ഫ്രിഡ്ജിൽ ഐസ് വെള്ളം എടുത്ത് കുടിച്ചിട്ടാണ് പോകുന്നത്. കോൾഡ് വാട്ടർ. അപ്പൊ എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ പുള്ളി വെച്ചത് വെരാട്രത്ത് കെന്റിലുണ്ടോ? അവർ കെന്റുണ്ട്, വായിച്ചു നോക്കുക. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ 7 തവണ വായിച്ചതാണ്. അപ്പൊ നമ്മുടെ മെറ്റീരിയൽ മണിക്കുള്ള പ്രത്യേകത അതാണ്. പുള്ളി വളരെ ഇന്റലിജന്റ് ഒരാളാണ്. അപ്പൊ 7 അല്ല 70 വട്ടം വായിച്ചാലും മിസ്സിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതും ഹോമിയോപ്പതിയുടെ പ്രത്യേകതയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഛർദി ആയിട്ടൊരു പേഷ്യന്റ് നമ്മുടെ ഒക്കെ വരുവാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാംഫർ ടിഞ്ചർ ഈ പഞ്ചസാരക്കകത്താക്കി അടുപ്പിച്ചു കൊടുക്കണം ഒരു 15 മിനിറ്റ്സ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് സഡൻലി ദ വൊമിറ്റിംഗ് ഈസ് ചെക്ക്ഡ്, ശ്രദ്ധിക്കത്തില്ല. അപ്പം വരുന്ന പേരൻസിനും മറ്റുള്ളവർക്കെല്ലാം ഹാപ്പിയായി. പക്ഷേ നമുക്കറിയാം അടുത്ത സമയത്ത് ഡയറിയ സ്റ്റാർട്ട് ചെയ്യും. ഡയറിയ അപ്പൊ എന്താ കൊടുക്കും? അപ്പോഴെന്ത് മെഡിസിൻ കൊടുക്കണമെന്നാൽ ആഴ്സനിക് ആൽബ് കൊടുക്കണം. ആഴ്സനിക് ആൽബം അങ്ങോട്ട് കുറച്ച് കൊടുത്ത് ഡയറിയ ചെക്ക് ചെയ്തപ്പോൾ കാലേ നീര് വരും. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പിസ് കൊടുക്കണം. ഇത് നല്ല രസമാണ് ചികിത്സിക്കാൻ.
വീണ ഡോക്ടർ സംസാരിക്കും. അത് സപ്രഷൻ അല്ലേ ഡോക്ടർ? സപ്രഷൻ നമ്മൾ മാറ്റും. സപ്രഷൻ നമ്മൾ മാറ്റും. എഡിമ മാറ്റും. വരുമ്പോഴത്തേക്കും റീനൽ കോസ്. നമുക്കറിയാതെ അതുകൊണ്ടല്ലേ എപ്പിസ് കൊടുക്കുന്നേ. അതെ, ചിലപ്പോ ഈ പറഞ്ഞ കണക്ക് മറ്റു മാർഗങ്ങളില്ലാന്നുണ്ടെങ്കിൽ ചില മാർഗങ്ങൾ ഈ പറഞ്ഞ കണക്ക് ആന്റിഡോട്ടി ഉണ്ടല്ലോ. അപ്പൊ വലിയ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ആയുധമുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ ആയുധമുണ്ട്. ചില എല്ലാ കേസിനും ഇങ്ങനെ വരാറില്ല, നീര് വരാറില്ല, ചില കേസിന് വരാറില്ല. അപ്പൊ നമ്മൾ എപ്പിസ് ഓർത്തോണം. എപ്പിസ് കൊടുത്താൽ പിറ്റേ ദിവസം ഓക്കെ. പിന്നെ ചില കേസിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഡയറിയ മാറിയിട്ട് ഡിസെൻട്രി ആവും. ആ ഡിസെൻട്രി ആവുമ്പോൾ നമ്മൾ ഡിസെൻട്രിക്ക് ചികിത്സിച്ചാൽ മതി. ആ മെർസോള് വരും, നക്സോമിക്ക വരും, മെർക്കോൾ വരും. ഈ 3 മരുന്നിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ അത് ക്ലിയർ ആവും. സാറ് പറഞ്ഞപ്പോ ഒരു പ്രസക്തമായ ഒരു കാര്യം ഓർമ്മ വരുന്നത് വീണ ഡോക്ടറിന്റെ റഫറൻസിൽ പറയുകയാണ്. അതായത് ഈ കൺവാലസൻസ് പീരീഡ് എങ്ങനെയാണെന്നുള്ള ആശ്രയിച്ചാണ് നമ്മുടെ കെറിങ് പറയുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യൂർ എബോ ഡൗൺവേർഡ്സ് അതല്ല, അത് ഹനുമാൻ പറഞ്ഞതിനെ കെന്റ് മോഡിഫൈ ചെയ്തതാണ്. പക്ഷെ ഇങ്ങനെയുണ്ട് 5 പോയിന്റിനകത്ത് പറയുന്നത്. അതിനകത്ത് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യൂർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പറയുന്നത് കൺവാലസൻ പീരീഡ് ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ്. അത് അസുഖം മാറിക്കഴിയുമ്പോൾ പേഷ്യന്റ് എങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ കൊടുത്തത് ഒരു റെമഡി ആണോ, മെഡിസിൻ ആണോ, ഒരു ഡ്രഗ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്ന ആ ഒരു പോയിന്റിലാണ്. നമുക്കൊരു നല്ലൊരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടും നല്ല റീഡിങ്ങും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹോമിയോപ്പതി ചെയ്യാൻ പറ്റും. പക്ഷെ IFPH വന്നതോടെ നമ്മുടെ വായനയൊക്കെ ഏതാണ്ട് അവതാളത്തിലായ മട്ടാണ്. ധനേഷ് ഡോക്ടർ എന്ത് പറയുന്നു? ഡോക്ടർ നെറ്റ് പോയെന്നു. ഡോക്ടർ എന്റെ വായന കൂടിയതേ ഉള്ളൂ. തീർച്ചയായും പുസ്തകം അവസ്ഥയായി കേൾക്കാം. ഞാൻ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണോ എന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചു നോക്കും. തീർച്ചയായിട്ടും വായിക്കണമല്ലോ. സാറിത് വായിച്ചിട്ടേ കിടക്കുള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നെറ്റ് പ്രശ്നമാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പുസ്തകം മുമ്പിൽ വെച്ചോട്ടാ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. ആർക്കെങ്കിലും പറഞ്ഞതിൽ 3/4 പേരും പറഞ്ഞതിന്റെ അകത്തെ മുഴുവൻ ഈ പാതക്കിന്റെ 94-ാമത്തെ പേജിലുള്ള കാര്യങ്ങളാ പറഞ്ഞത്. അതെ, എന്തായാലും ഈ ഒരു പാട്ട് ഓർമ്മ, കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗമയിൽ വരുന്നത് 100% ശരിയാണ്. മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിലൊക്കെ പനിക്കാരുടെ ഭയങ്കര തള്ള. പക്ഷേ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ക്ലിനിക്കില് വളരെ കുറവാണ്. എന്താ കാര്യം? അതിന്റെ കാര്യം എല്ലാരും പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. നിങ്ങൾ അത് തന്നെ പാത്തോഫോബിയ, അതായത് അകാരണമായ രോഗഭയം. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയായി. അത് നമ്മൾ തന്നെ സംസാരിച്ചേ പറ്റൂ. എല്ലാവരും ഓരോ ഷോർട്ട് വീഡിയോസ് 3 മിനിറ്റ്. ഞാൻ ഇന്ന് രാവിലെ ഒരെണ്ണം ഇറക്കാൻ നോക്കി, പക്ഷെ അത് സംസാരിച്ച് കുളമായിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടില്ല. നമ്മൾ ഓരോരുത്തരും ചെറിയ വീഡിയോസ് ഇറക്കണം. ഹോമിയോപ്പതി ഡോക്ടറെ വീഡിയോസ് മാത്രം പോരാ, അനുഭവം രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ചു കൊടുക്കുക. ഒരു ദിവസം അവരെക്കാട്ടി കൂടുതൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകണം. അമ്മാരാണ് കുറയ്ക്കാൻ പറ്റുന്നത്. അതെ സാർ, അത് തന്നെയാണ് നമുക്ക് വീഡിയോ വഴി പറയേണ്ടത്. ഓരോരുത്തരും നമ്മളുടെ ഇത്ര വേഗത്തില് 24 മണിക്കൂറോ അല്ലെ 48 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ രോഗം മാറ്റാൻ ഹോമിയോപ്പതിക്കാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റ് ചികിത്സകൾക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ഈ ഭയപ്പെടുത്തുകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പും ഈ ഓരോ സീസണിൽ ഇങ്ങനെ പനി ഉണ്ടാകാറുണ്ടായിരുന്നു. ഇപ്പോഴും അത് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. മാധ്യമങ്ങളും മറ്റ് എല്ലാവരും കൂടി ചേർന്ന് കളിക്കുന്ന ഒരു വലിയ അഭ്യാസമാണ് ഈ പനി പുരാണം. അതുകൊണ്ട് തന്നെ ഇതിനെ ചെറുക്കാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും. പണ്ട് കാലങ്ങളിലും ഹോമിയോപ്പതി തിരക്കായിരുന്നു. ഇന്നും നിങ്ങൾ ധൈര്യപൂർവ്വം വരൂ, ഞങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള ഒരു ആർജവം നമ്മൾ ഓരോരുത്തരും കാണിക്കണം എന്നാണ് ഇന്നത്തെ ഈ ദിനത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഒരു കാര്യം പറഞ്ഞോട്ടൊക്കെ നിർത്താം. അതായത് ഈ മലയാളത്തിൽ ചൊല്ലുണ്ട്, വെള്ള ചീലയ്ക്ക് തടുപ്പുള്ളന്ന്. അപ്പൊ നമുക്കിനി വേണ്ട അതാണ്. നമുക്ക് ആഡംബരങ്ങളും അലങ്കാരങ്ങളുമാണ്. ഇപ്പൊ സഹസ്ര പോലൊരു 10 പ്രോഗ്രാം കേരളത്തിൽ നടക്കട്ടെ, ഈ പനിക്ക് മരുന്ന് നോക്കി ആള് കൂടും. അപ്പൊ തീർച്ചയായിട്ടും വിശ്വാസ്യത എന്ന് പറയുന്നത് പലപ്പോഴും ആഡംബരത്തിലൂടെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു മിനിമം ലെവൽ കീപ്പ് ചെയ്യുക എന്നുള്ളതും കൂടെ
നമ്മുടെ പൊതുവായ ആവശ്യമാണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഡോക്ടറെ.